പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഇപ്പോഴും അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തു വന്ന ഘട്ടത്തിൽ എല്ലാ ചുമതലകളിൽ നിന്നും എല്ലാ പാർട്ടി പ്രവർത്തനത്തിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം പാർട്ടി പ്രവർത്തനത്തിലില്ല. സംഘടനാപരമായ നടപടി സ്വീകരിക്കേണ്ടത് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയാണ്. ജില്ലാ കമ്മിറ്റി ആവശ്യമായ സംഘടനാ നടപടി സ്വീകരിക്കും എന്നിപ്പോഴും തീരുമാനിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം പോലെ മാധ്യമങ്ങളോട് തന്നെ വിശദീകരിച്ച കാര്യമാണ്. അതിനപ്പുറത്ത് അദ്ദേഹം പറയുന്ന കാര്യത്തിന് മറുപടി പറയേണ്ട കാര്യമൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുകയാണ്. ഷഫീദ്, 103 നാൾ ജയിലിൽ കിടന്നു, ജാമ്യം കിട്ടിയില്ല. അപ്പോൾ എന്തുകൊണ്ട് പത്മകുമാറിനെതിരെ നടപടി ഉണ്ടാവുന്നില്ല എന്ന ആവർത്തന ചോദ്യത്തിൽ കുറ്റപത്രം വരട്ടെ, അപ്പോഴല്ലേ ഈ കുറ്റത്തിന് സ്വഭാവം അറിയൂ എന്നൊക്കെയുള്ള ആർക്കും മനസ്സിലാവുന്ന ന്യായം പറഞ്ഞുകൊണ്ടിരുന്നു. വലിയ പരാജയമുണ്ടായി. എന്തായാലും പത്മകുമാറിനെ പുറത്താക്കാൻ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ് പത്മകുമാരൻ നടപടിക്ക് തയ്യാറാവുന്നില്ലെന്ന ചോദ്യം അപ്പോൾ വളരെ കാതലായി നിൽപ്പുണ്ടായിരുന്നു. പത്മകുമാരൻ ഇപ്പോൾ പറയുകയാണ്, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, ഞാനത് ആത്മഹത്യയുടെ രൂപത്തിൽ എഴുതാൻ പോകുന്നു എന്ന് പറയുന്നു. പത്മകുമാറിനെ പുറത്താക്കുകയാണെങ്കിൽ അറിയാവുന്ന ചില കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ CPM ഇപ്പോൾ പറയുന്ന പോലെ MV ഗോവിന്ദൻ ഇപ്പോൾ ഞാൻ മറുപടി പറയുന്നില്ല എന്ന മട്ടിൽ പോകാൻ കഴിയുമോ? വലിയൊരു വിവാദത്തിന്റെ എപ്പിസോഡിലാണോ ഒരുപക്ഷെ നാളെ പത്മകുമാറിനെതിരെ നടപടിയോടെ തുടക്കമാവാൻ പോകുന്നത് ഷഫീദ്? ഹാഷ്മി, ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM അമ്പയെ പരാജയപ്പെട്ടു പോകാൻ കാരണമായ ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങളിൽ പത്മകുമാറിന്റെ പാർട്ടി അംഗത്വം അത് വലിയ വില കൊടുക്കേണ്ടി വന്നു പാർട്ടിക്ക് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ഈ ഭക്തജനങ്ങൾക്കിടയിലടക്കം അത് ഉണ്ടാക്കി ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നുള്ള വിലയിരുത്തൽ അത് CPM തന്നെ പല ഘട്ടങ്ങളിലും നടത്തിയിട്ടുണ്ട്. അതായത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപെങ്കിലും പത്മകുമാറിനെതിരെ പാർട്ടി നടപടി എന്തുകൊണ്ട് ഉണ്ടായില്ല എന്നൊക്കെയുള്ള ചോദ്യം അന്ന് വലിയ വിവാദമായി ഉയർന്നതാണ്. അപ്പോഴും ചില സൂചനകൾ ആരോപണങ്ങളായിട്ട് ഉയർന്നത് പത്മകുമാർ എന്തെങ്കിലും വാ തുറന്ന് മിണ്ടിയാൽ അത് CPM ഉണ്ടാക്കാൻ പോകുന്ന ക്ഷീണം ചെറുതല്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അല്പസമയം മുൻപ് നമ്മൾ കേട്ട CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ അടക്കം വാക്കുകൾ വ്യക്തമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽവി നേരിട്ടു, ഒരു പാർട്ടി തിരുത്തലിന്റെ വഴിയിലാണ്. അങ്ങനെ പോകുന്നൊരു ഘട്ടത്തിൽ നിലവിലുണ്ടായിരിക്കുന്ന ആ ക്ഷീണം മാറ്റാൻ പത്മകുമാറിനെതിരെയുള്ള നടപടി നാളത്തെ ജില്ലാ കമ്മിറ്റി യോഗത്തിലടക്കം തീരുമാനിക്കാനിരിക്കുകയാണ്. അതിന്റെ സൂചനകൾ ഇതിനോടകം തന്നെ പുറത്തേക്ക് വരികയും അത് ഏത് തരത്തിലാണെന്നുള്ള കാര്യത്തിലടക്കം വ്യക്തത ഇപ്പോൾ പല സൂചനകളായി പുറത്തേക്ക് വരികയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ വളരെ കൃത്യമായി തന്നെയാണ് ഇതിന് തൊട്ട് തലേ ദിവസം ഈ വിവരം ഇപ്പോൾ പത്മകുമാർ പുറത്തേക്ക് വിടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിന്റെ സീരീസിൽ തന്നെ സ്മാർട്ട് ക്രിയേഷൻസിനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ബന്ധമുണ്ടായിരുന്ന ഈ സർക്കാരിലെ ഉന്നതൻ ആര് എന്നൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ പുറത്തേക്ക് വന്നതാണ്. പക്ഷേ ആ കാര്യത്തിൽ ഉത്തരവാദിത്തത്തിൽ നിന്ന് പത്മകുമാറിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. പ്രത്യേകിച്ച് ഈ ചെമ്പ് എന്ന് തിരുത്തിയത് താനല്ല, താൻ അതിനകത്ത് ഒപ്പിട്ടത് മാത്രമാണ് ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ അത് ബോധപൂർവമല്ല എന്ന് വിശ്വസിക്കാൻ കഴിയുകയുമില്ല. മാത്രമല്ല, അദ്ദേഹത്തിനെതിരെ തെളിവുകളുള്ള ഒരു സാഹചര്യത്തിലാണ് SIT ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഏതാണ്ട് 100-ലധികം ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, അതായത് നടപടി തീരുമാനിക്കാനുള്ള പാർട്ടി നേതൃയോഗം ചേരുന്നതിന് തൊട്ട് തലേ ദിവസം പത്മകുമാർ പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുകയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിന് ശബരിമലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുണ്ടായ രണ്ട് പ്രധാനപ്പെട്ട വിവാദങ്ങൾ, അതിലൊന്ന് യുവതീ പ്രവേശനം, രണ്ടാമത്തേത് ശബരിമല സ്വർണ്ണക്കൊള്ള. ഈ രണ്ടു വിഷയങ്ങളിലും താൻ എന്തോ ഈ കാര്യമായി ഇടപെട്ടിട്ടില്ല, അല്ലെങ്കിൽ തനിക്ക് അക്കാര്യത്തിലൊന്നും പങ്കില്ല എന്ന തരത്തിലേക്കുള്ള ഒരു പ്രതീതി ഉണ്ടാക്കാനാണ് പത്മകുമാർ ശ്രമിച്ചത്. പക്ഷേ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഞാനിതിലൊന്നും അറിഞ്ഞില്ല, ഞാൻ പാവമാണ് എന്നുള്ള പ്രതീതി ഉണ്ടാക്കാനായിരുന്നെങ്കിൽ അത് പത്മകുമാർ നേരത്തെ ആവുമായിരുന്നു. ഇതിപ്പോ പാർട്ടി നടപടി തീരുമാനിക്കാൻ പോകുന്നതിൻ്റെ തലേനാൾ എന്ന് പറഞ്ഞാൽ ജയിലിൽ കിടന്നിട്ടും ഉണ്ടാവാത്തൊരു പാർട്ടി നടപടി, ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കേവലം എന്തോ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ CPMന്റെ സംഘടനാ ടെർമിനോളജി അങ്ങനെ നടപടി യഥാർത്ഥത്തിലില്ല, അതൊരു ശിക്ഷാ നടപടിയല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ശിക്ഷാ നടപടിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്നത് ആ കാര്യം പറയുന്നുവെങ്കിൽ എനിക്കെതിരെ നടപടിയെടുത്താൽ ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയുവേ എന്ന വിരട്ടാണ് ഷഫീദ്. അശ്മി, ഉറപ്പായിട്ടും അതൊരു സമ്മർദ്ദതന്ത്രമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല, പത്മകുമാറിനെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും തരത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറാൻ കഴിയില്ല. കാരണം അത് ഏത് കാലത്താണ് നടന്നത്. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്മാർട്ട് ക്രിയേഷൻസ് അടക്കമുള്ള ആളുകളുമായി പത്മകുമാറിനുണ്ടായിരുന്ന ബന്ധമടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതിയിൽ ഇപ്പോഴും രഹസ്യ റിപ്പോർട്ടായി തെളിവുകളടക്കമുള്ള കാര്യങ്ങളായി ഉണ്ട് എന്നുള്ളതാണ് SIT പറയുന്ന കാര്യം. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറാൻ കഴിയില്ല. പക്ഷേ പത്മകുമാറിനെ സംബന്ധിച്ച് പാർട്ടി അംഗത്വമെങ്കിലും തുടരേണ്ട ഒരു സാഹചര്യം, അത് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കരിയറിലടക്കം കാര്യമായി മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹം ഈ തലേ ദിവസം ഇങ്ങനെ ഒരു സമ്മർദ്ദതന്ത്രം പയറ്റുന്നത്. മാത്രമല്ല, നേരത്തെ ഇനി CPMനെ സംബന്ധിച്ച് CPMന്റെ സംസ്ഥാന നേതൃയോഗങ്ങളിലടക്കം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉണ്ടായ ഒരു റിവ്യൂ, അതായത് തിരുത്തേണ്ട മുഴുവൻ കാര്യങ്ങളും തിരുത്തണം, അത് ശബരിമല വിഷയമടക്കം പാർട്ടിക്ക് തിരിച്ചടിയായിട്ടുള്ള അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രധാനപ്പെട്ട വോട്ട് ബേസുകളെ ബാധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും തിരുത്തൽ വേണം. അപ്പോൾ സ്വാഭാവികമായും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിനെ നടപടി എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു സമ്മർദ്ദതന്ത്രം പയറ്റുകയാണ്. പക്ഷേ അത് ഏതെങ്കിലും
ഏതെങ്കിലും തരത്തിൽ പാർട്ടി മുഖവിലക്കെടുക്കും, അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം മുഖവിലക്കെടുക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അപ്പോഴും മറുഭാഗത്ത് ഒരു ആകാംക്ഷയായി നിലനിൽക്കുന്നത് പത്മകുമാർ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ CPM കേന്ദ്രങ്ങൾക്ക് നെഞ്ചിടിപ്പുണ്ടാകുമോ എന്നുള്ളതാണ്. കാരണം ഒരു ഘട്ടത്തിൽ, അത് നമ്മൾ സ്ഥിരീകരിച്ചു പറഞ്ഞില്ലെങ്കിലും, ഒരു ഘട്ടത്തിൽ അന്നത്തെ ദേവസ്വം മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു കത്ത് പോയിട്ടുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങളും ആ കത്തിനെ തേടിയിട്ടുള്ള അന്വേഷണവും SIT നടത്തിയതാണ്. അതുകൊണ്ട് തന്നെ ആ കത്തിനെ കുറിച്ചിട്ടൊക്കെ വെളിപ്പെടുത്തൽ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് നമുക്കറിയില്ല. ഇപ്പോഴും അതൊക്കെ SITയുടെ പക്കൽ രഹസ്യമായിരിക്കുന്ന വിവരങ്ങളാണ്. ഏതായാലും പത്മകുമാർ ഒരു സമ്മർദ്ദതന്ത്രം പയറ്റുകയാണ്. ആ സമ്മർദ്ദതന്ത്രം മുഖവിലയ്ക്ക് എടുക്കേണ്ടതില്ല എന്നുള്ളതാണ് പാർട്ടി സംസ്ഥാന ഇവിടെ എഴുതിയത് ഞാനല്ല എന്നൊക്കെ പത്മകുമാർ പറയുന്നത് എങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുക? അത് എഴുതിയത് അല്ലെങ്കിൽ ആരോ എഴുതി ഞാൻ ഒപ്പിട്ടു എന്നൊക്കെ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന ആൾ ആരോ എന്തോ എഴുതി ഞാനെന്ന് അങ്ങ് ഒപ്പിട്ടേക്കാം എന്ന് വിചാരിക്കും. രണ്ടാമത്തെ കാര്യം, ഈ കയ്യക്ഷര പരിശോധന, ശാസ്ത്രീയ പരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെട്ടാൽ ഈ വൈകിയാണെങ്കിൽ കൂടിയും പത്മകുമാറിന്റെ ഇതിലെ കയ്യക്ഷര പരിശോധനയൊക്കെ SIT നടത്തിയതുമാണ്. ആ അർത്ഥത്തിൽ കുറ്റപത്രത്തിലൊക്കെ ഉണ്ടാവുമെന്ന് കരുതാം. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ട് നടപടിയെടുക്കുന്നു? ഇപ്പോൾ പാർട്ടി ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഈ പറയുന്ന വിഷയത്തിൽ കടുത്ത തിരിച്ചടി നേരിട്ടിട്ടും എന്തുകൊണ്ട് നടപടി ഉണ്ടാവുന്നില്ല എന്നതിന് കൃത്യമായ മറുപടി പറയാൻ CPM കഴിഞ്ഞിരുന്നില്ല. കുറ്റപത്രം സമർപ്പിക്കട്ടെ, അപ്പോൾ അറിയാമല്ലോ കുറ്റം എന്നൊക്കെയുള്ള മറുപടിയല്ല എന്ന് മറുപടി പറയുന്ന CPM വക്താക്കൾക്കും ചർച്ചയിൽ വരുന്നവർക്കും ഒക്കെ അറിയായിരുന്നു. അപ്പോൾ നടപടിയെടുത്താൽ ഈ പത്മകുമാർ ഏതെങ്കിലും പറഞ്ഞാൽ അത് ക്ഷീണമാകുമോ എന്ന തോന്നലാണ് എന്ന വ്യാപകമായ വിലയിരുത്തലുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ അങ്ങനെ ഒന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്തേക്കാണെങ്കിൽ പത്മകുമാർ തുറന്നു പറയും. പത്മകുമാർ അതിലൊന്നും ഒരു മടിയുള്ള ആളല്ല. പത്മകുമാർ അത് തുറന്നു പറഞ്ഞാൽ ഏത് രീതിയിൽ അത് പാർട്ടിയെയോ നേതാക്കളെയോ ഒക്കെ പ്രതിരോധത്തിലാകും എന്നൊരാലോചന ഇതിനോടകം CPM നടത്തുന്നുണ്ടോ? അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്നൊരാലോചന നടത്തുന്നുണ്ടോ ഷഫീർ? അഷ്മി, ഈ രണ്ട് കാര്യങ്ങളും പ്രധാനപ്പെട്ടതാണ്. ഒന്നാമത്തെ കാര്യം, അന്ന് നമുക്കറിയാം ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുന്ന സമയത്ത് അന്ന് പുറത്തു വന്ന ദേവസ്വം ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സിൽ ഒപ്പുവെച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുതന്നെയാണ് പത്മകുമാറിനെ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ അദ്ദേഹത്തെ ക്ലോസ്ലി ബന്ധപ്പെടുത്തുന്ന ഒരു കാര്യമായി പറയുന്നത്. അതിൽ ഇപ്പോൾ പത്മകുമാർ പറയുന്നുണ്ട്, അത് മാറ്റി എഴുതിയത് ഞാനല്ല, നമുക്ക് ആ മിനിറ്റ്സിൽ കൃത്യമായി തന്നെ ഉണ്ടായിരുന്നു. ചെമ്പ് എന്ന് വെട്ടി എഴുതുന്ന അടക്കമുള്ള കാര്യങ്ങൾ അതുണ്ടായിരുന്നു. അത് കൈയക്ഷര പരിശോധന നടത്തിയാലും അല്ലെങ്കിലും ആ ദേവസ്വം ബോർഡ് യോഗത്തിൽ പങ്കെടുത്ത, അതേപോലെ ആ മിനിറ്റ്സിൽ ഒപ്പിട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അക്കാര്യത്തിൽ കൃത്യമായ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, കേവലം ഏതെങ്കിലും ഒരു സാങ്കേതിക പേപ്പർ എന്നതിനപ്പുറത്തേക്ക് പത്മകുമാറിന് ഈ സ്മാർട്ട് ക്രിയേഷൻസ്, അതേപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ആളുകളുമായി കൃത്യമായ അടുത്ത ബന്ധമുണ്ടെന്നുള്ള തെളിവുകൾ SITക്കുണ്ട്. അത് കോടതിയിൽ രഹസ്യ റിപ്പോർട്ടായി അവിടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ആ ഉത്തരവിൽ നിന്ന്, ഒപ്പിട്ടതിൽ നിന്ന്, ഈ പാളികൾ കൊടുത്തുവിട്ടത് ഉത്തരവാദിത്തത്തിൽ നിന്ന് പത്മകുമാറിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ളത് ഒന്നാമത്തേത്. അതിൽ ഏറ്റവും പ്രധാനം, പത്മകുമാറിന്റെ ആസ്തി വിവരങ്ങളുടെ രേഖകളടക്കമുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ പരിശോധിച്ച ഹൈക്കോടതി ബെഞ്ചിന് മുൻപിൽ കൃത്യമായി തന്നെ SIT ഉറപ്പാക്കിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തേത് അതിന്റെ പൊളിറ്റിക്കൽ വശമാണ്. അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് പോലും, അല്ലെങ്കിൽ തിരിച്ചടി നേരിട്ടിട്ട് പോലും ഏതെങ്കിലും തരത്തിൽ പത്തനംതിട്ട പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട CPMന് കാര്യമായ സീറ്റ് കഴിഞ്ഞ് നമ്മൾ നേടിക്കൊടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ജില്ലയിലെ പല മണ്ഡലങ്ങളിലും തിരിച്ചടി നേരിടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള വിലയിരുത്തൽ അത് പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഏതെങ്കിലും തരത്തിൽ പത്മകുമാറിനെതിരെ ഒരു നടപടിയിലേക്ക് പോയാൽ അത് രണ്ട് തരത്തിലുള്ള വ്യാഖ്യാനം ഉണ്ടാക്കും. ഒന്ന്, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിന് അല്ലെങ്കിൽ പാർട്ടിക്ക് ചില ഇടപാടുകൾ ഉണ്ട് എന്ന തരത്തിലേക്ക് ഒരു വ്യാഖ്യാനം ഉണ്ടാക്കും. രണ്ട്, പത്മകുമാർ തുറന്നു പറയാൻ പോകുന്ന കാര്യങ്ങളിൽ പാർട്ടിക്ക് ഒരുപക്ഷെ ആശങ്ക ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെയുള്ള നടപടി ആ ഘട്ടത്തിൽ വൈകിയത്. പക്ഷേ ഇതിപ്പോൾ സാഹചര്യം അങ്ങനെയല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിലെ CPMന്റെ സാഹചര്യത്തിനെ നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഒരു മുൻ മന്ത്രിക്ക് തന്നെ നേരിട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാം. ആ പരാജയത്തെക്കുറിച്ച് നമുക്ക് അറിയാം. സ്വാഭാവികമായും ആ മണ്ഡലങ്ങളിലുള്ള അവിടുത്തെ ജനങ്ങളെ, അല്ലെങ്കിൽ പത്തനംതിട്ട മാത്രമല്ല കേരളത്തിലെ വിശ്വാസ സമൂഹത്തെ, അല്ലെങ്കിൽ CPMന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വോട്ട് ബാങ്കിനെ നിലനിർത്തേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് തിരുത്തി തന്നെ മുന്നോട്ട് പോകാം എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളത്. എന്ത് സംഭവിച്ചാലും ആ തിരുത്തിലേക്ക് പോകാതെ നിവൃത്തിയില്ല എന്നുള്ളതാണ് CPM സംസ്ഥാന സമിതിയുടെ വിലയിരുത്തൽ. അപ്പോൾ പത്മകുമാറിന്റെ നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിലും തർക്കമില്ല. അതോ ഇന്നത്തെ ഈ പത്മകുമാർ ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നു എന്ന ആ വിരട്ടലിൽ നടപടിയുടെ തോത് കുറയ്ക്കുമോ? ശാസന പോലുള്ള CPMന്റെ ഈ പറയുന്ന ശിക്ഷാ ടെർമിനോളജിയിൽ കുറേയധികം വാക്കുകളുണ്ട്. അതിലേതെങ്കിലും ബലം കുറഞ്ഞ ഒന്നിലേക്ക് ഒതുക്കുമെന്ന കാര്യം അറിയില്ല. അതല്ല, കടുത്ത നടപടിയിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ ചില കാര്യങ്ങൾ പറയും എന്ന വിരട്ട്, എന്ന ബ്ലാക്ക്മെയിൽ, എന്ന താക്കീത് പത്മകുമാർ ഈ ദിവസം നടത്തുന്നുണ്ട്. CPM അതിനോട് വഴിപ്പെടുന്നുണ്ടോ കീഴ്പ്പെടുന്നുണ്ടോ എന്നാണ് ഇനി അറിയേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.